ശരിയല്ല വിഷ്ണു, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഇങ്ങനെ ഇട്ട് ഉപദേശിക്കാനുള്ള ക്വാളിറ്റി ഒന്നും അച്ഛനില്ല. അച്ഛൻ ജീവിതത്തിൽ വല്ല വിജയം നേടിയിട്ടുണ്ടോ? ഇല്ലല്ല. ഓരോരുത്തർ നോക്കി അച്ഛനൊരു പരാജയം തന്നെ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്ന ആൾ ഇങ്ങനെ ഇട്ട് ഉപദേശിക്കുകയാണെങ്കിൽ അത് കേൾക്കാനൊരു സുഖമുണ്ട്. കേട്ടോണ്ട് നിൽക്കുക. ഇതൊരുമാതിരി ഞങ്ങ പിങ്ങ ഓരോന്നും പറഞ്ഞിട്ട്. അച്ഛാ, സാരില്ല അച്ഛാ, പോട്ടെ. സാരില്ല, പോട്ടെ. നമ്മള് വാങ്ങിച്ചു അല്ലേ, കൊടുത്ത് വാങ്ങിച്ചു. വിഷമായോ? വിഷമായോ? സോറി അമ്മ. അച്ഛനോട് സോറി പറയടാ. സോറി. എൻ്റെ അടുത്ത് സോറി ഒന്നും പറയണ്ടേ. ഞാൻ ഈ ജീവിത വിജയം കൈവരിച്ച ആളൊന്നുമല്ല. പരാജയം, ലോക പരാജയമാണ് ഞാൻ. നിനക്കൊക്കെ വയ്യാണ്ടായ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ എടുത്തോണ്ട് ഓടും ഹോസ്പിറ്റലിലേക്ക്. നേരം വെളുക്കോളം കുത്തിയിരിക്കും അസുഖം മാറാനായിട്ട്. നീയും ലച്ചു ഒരു പരുവം ആവുന്നിടം വരെ അച്ഛൻ കുത്തിയിരുന്ന് ജോലി ചെയ്തിട്ടാ ഈ കുടുംബം കഴിഞ്ഞോണ്ടിരുന്നത്. അന്നേരം എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ലോകം മുഴുവനുള്ള എല്ലാ ഓഫീസിലും എന്നെ കൊണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ. അച്ഛൻ ജീവിത വിജയം നേടാത്ത ആളാണ് പോലും. നാണല്ലേടാ നിനക്ക്? നീ പറഞ്ഞ കാര്യമൊക്കെ ഉണ്ടേ. അച്ഛൻ ജീവിത വിജയം നേടിയ ആളൊന്നും അല്ല. പിന്നെ നിനക്കൊക്കെ ഇതുവരെ ഒന്നും സമ്പാദിച്ച് തരാനും പറ്റിയിട്ടില്ല. തന്ന സ്നേഹം മാത്രം. ആ സ്നേഹത്തിൽ നിനക്ക് എന്തെങ്കിലും നീ വില കുറച്ച് കാണണമെങ്കിൽ നീ തിരിച്ചാ. പിന്നെ ഈ ജീവിത വിജയം നേടിയവർക്ക് മാത്രമേ ഉള്ളൂ. ജീവിത പരാജയം സംഭവിച്ചവർക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നണമെങ്കിൽ മകളെ എന്നെ കൊന്നോളൂ അല്ലേ? ഞാൻ പറഞ്ഞില്ല, അറിയാതെ പറഞ്ഞത് പറഞ്ഞില്ലേ. സോറി. ഓട്ടറാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ അടുത്തൊന്നും ചോദിക്കരുത്. ഞാൻ എന്തോന്നായി കേക്കണേ? കൊച്ചെവിടെടാ? അളിയ ബാസിടാ, എന്ത് പറയാനടാ? കൊച്ച കാണാനില്ലടാ. കാണാനില്ലേ? വാ, അങ്ങോട്ട് വാ. വാ, പറയട്ടെ. എടേ, JCB വെച്ച് തോട് മുഴുവൻ തോണ്ടി നോക്കി. കൊച്ചവിടെ ഇല്ല. ഇങ്ങനെ കരഞ്ഞാലാ? നിങ്ങളിങ്ങനെ കരഞ്ഞ വീട്ടുകാരുടെ അവസ്ഥ എന്താടേ? പാലു ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അകത്ത് കയറി. പിന്നെ ഞാൻ ഇപ്പം പോയിട്ട് രാവിലെ വരാം. എന്തൊരു അത്യാവശ്യം നീ വിളിക്കണം കേട്ടാ. ബാലുവേ, ചെല്. കഴിച്ചായിരുന്നു? ഓ, കഴിച്ചു. അത് അച്ഛന് നെഞ്ചുവേനെന്നും പറഞ്ഞാ ഫോൺ വന്നേ. ആ, സീരിയസ് ആണെന്നാ പറഞ്ഞേ. പിന്നെ ഞാൻ അപ്പൊ തന്നെ നേറ്റിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ അച്ഛൻ ICUലായിരുന്നു. ഞാൻ അറിയിക്കാൻ. അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട, അവനെ അറിയിക്കണ്ട, അവന് വിഷമവും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സുരേന്ദ്രൻ വിളിക്കാൻ പോയതാ. പിന്നെ സുരേന്ദ്രൻ അമ്മ വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാ വിളിക്കാണ്ടിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർമാർ വന്ന് പറഞ്ഞു ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല, എന്നാലും ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞിരിക്കണേ. ക്ഷേത്രത്തില് തൊഴാമെന്ന് ഓർമ്മയുണ്ട? ആ, അന്നാണ് ആദ്യമായിട്ട് നീ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞത്. വേറെ എന്ത് പറഞ്ഞാലും ആ ദിവസം ഞാൻ പറയൂല. പിന്നെ ഇവിടെ ഒരുപാട് ബർത്ത്ഡേ വന്നു പോയി നമ്മുടെ പിള്ളേരെ.
പക്ഷേ അവൻ്റെ ബർത്ത്ഡേ നമ്മൾ ആരും ഓർത്തില്ല. എന്താടാ കരയണം? ആണുങ്ങൾ കരയിലൂടാ, കരയാൻ പാടില്ല. പറഞ്ഞില്ല അളിയ? എന്താന്ന് പറഞ്ഞില്ല? സ്നേഹമൊന്നും ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. ഇരിക്കണം കഴി നിന്റെ കൈ കൊണ്ട് പിള്ളേരെ കൊണ്ട്. ഹാപ്പി ബർത്ത്ഡേ മാമ. ശ്രീ, എന്താണ് ഇത് കൊച്ചുട്ടികളെ പോലെ? ഒരു നിമിഷം കൊണ്ട് അളിയനെ കുട്ടിയാക്കി അല്ലേ ചേച്ചി? അളിയൻ രാവിലെ അമ്പലത്തിൽ പോയതും എനിക്ക് ഷർട്ട് വാങ്ങിച്ചു തന്നതും പിന്നെ ഉച്ചയ്ക്ക് സദ്യയും. എനിക്ക് അളിയനൊന്ന് കാണണം. അളിയനെ അവിടെ ഇരുത്തി കരയിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കുടുകുടാ ചിരിക്കുകയാണല്ലേ അളിയ?